തൃശൂൽ തൃശൂൽ തൃശൂൽ. നിനക്ക് ഇപ്പോഴും എന്റെ ശക്തികളെ കുറിച്ച് അറിഞ്ഞൂടാ. നീ ഇന്നിങ്ങോട്ട് മരണം തേടി വന്നതാടാ. വാടാ. എന്തോ പറഞ്ഞല്ലോ, രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന്. മുതലാളി, ഇപ്പൊ ഈ ചെയ്യുന്നൊന്നും ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ? എന്താ പറ്റിയത് നന്ദിച്ച? അല്ല മുതലാളി, പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ ത്രിവിക്രമനെ എസ്റ്റേറ്റിലേക്ക് വിടാന്നല്ലേ പറഞ്ഞത്? പൂജ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, എന്നിട്ടും വിട്ടില്ല. നമുക്ക് പറഞ്ഞയക്കാം. എന്താ മുതലാളി ഇങ്ങനെയൊക്കെ പറയുന്നേ? മുതലാളി എന്ത് തീരുമാനിച്ചാലും അത് പെട്ടെന്ന് നടപ്പിലാക്കുന്ന കൂട്ടത്തിലല്ലേ? പിന്നെന്താ ഈ കാര്യത്തിൽ ഇത്ര താമസം? താമസിപ്പിക്കുന്നതല്ല, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ലല്ലോ. അതിന് കുറച്ച് സമയമെടുക്കും. അങ്ങനെയല്ല മുതലാളി, അവൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. വീട്ടുകാരെല്ലാവരും സമ്മതിച്ചു, മുതലാളി ഒഴികെ. എന്ത് ആവശ്യത്തിനായിരുന്നു? അവനെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി. അവനോടൊന്ന് കുറച്ചു ദിവസം മാറി നിന്നാലേ നമ്മുടെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കുള്ളൂ എന്ന് ഉറപ്പാണ്. പക്ഷെ മുതലാളി ആണെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല. താമസിപ്പിക്കുന്നില്ല, പറഞ്ഞയക്കാം. ഇത് വെറും വാക്കല്ലല്ലോ, എനിക്ക് വിശ്വസിക്കാലോ. എപ്പോഴാ അവനെ പറഞ്ഞയക്കുന്നേ? അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. മുതലാളി മുതലാളി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുമ്പൊക്കെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ പിന്നെ അതിലൊരു മാറ്റമില്ലായിരുന്നു. ഇതിപ്പോ ത്രിവിക്രമന്റെ കാര്യത്തിൽ അന്നവൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ അവരന്ന് മുറിയിൽ വെച്ച് എന്തൊക്കെയോ സംസാരിച്ചു. എന്തായിരിക്കും അത്? തൃശൂൽ എന്താ പറ്റിയത്? എന്നെ ഒന്ന് നോക്ക്, സംസാരിക്ക തൃശൂൽ. ത്രിവിക്രം, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ തൃശൂലിനെ നീ അടിച്ചത്? നീ മനുഷ്യനാണോ അതോ മൃഗമാണോ? രണ്ടും അല്ലായിരിക്കും ശിവാനി. പക്ഷേ നിന്നെ പോലെ ഞാനൊരു ഇച്ഛാധാരി നാഗമല്ല. ത്രിവിക്രം, നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ശിവാനി, നീ എന്റെ കൂടെ വാ. നിനക്ക് ഒരു പ്രശ്നവും ഒരു ദുഃഖവും ഒന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് ജീവിക്കാം നമുക്ക്. വാ ശിവാനി എന്റെ അടുത്തേക്ക്. എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ തൃശൂലിന്റെ ഭാര്യയായിരിക്കും. അവനാണ് എന്റെ ജീവൻ, അവനാണ് എന്റെ എല്ലാം. ശിവാനി, അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നീ പറഞ്ഞതൊക്കെ നടക്കൂ. ഇവിടെ വെച്ച് അവന്റെ മരണമാണ്. ത്രിവിക്രം, നീ വേറെ എന്തെങ്കിലും ചെയ്താ അതിന്റെ ഫലം വേറെ ആയിരിക്കും. തൃശൂലിനൊന്നും സംഭവിക്കരുത്. എന്റെ ശക്തികളെ കുറിച്ച് നിനക്ക് അറിയാലോ ശിവാനി. നിന്നെ കൊണ്ട് എന്നെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. തൃശൂൽ ഇന്ന് ഇവിടെ കിടന്ന് മരിക്കും. നിന്റെ കൺമുന്നിൽ തന്നെ ഞാൻ അവനെ കൊല്ലാൻ പോവുക. നീ കണ്ടോ? ത്രിവിക്രം, ഒന്നും ചെയ്യരുത്. തൃശൂലിനെ ഒന്നും ചെയ്യരുത്. തൃശൂൽ, തൃശൂൽ എഴുന്നേൽക്ക്. തൃശൂൽ, തൃശൂൽ. അവിടെ നിൽക്ക. ഞാൻ നിന്നെ വിടില്ല. തൃശൂലിനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവനെ രക്ഷിച്ചിരിക്കും. ശിവാനി, ഇനിയെങ്കിലും നീ അവനോടുള്ള ഇഷ്ടങ്ങൾ മറന്നേക്ക്. ത്രിവിക്രം, ത്രിവിക്രം. ത്രിവിക്രം, എന്താ ചെയ്യാൻ പോന്നെ? അവനെ നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ത്രിവിക്രം,
തൃശൂൽ, ഇതോടെ നിന്റെ കഥ തീർന്നു. ബാബ, ത്രിവിക്രം എനിക്കിടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് സഹിക്കാനാവുന്നില്ല. എങ്ങാനും ആദിശേഷനെ ഞാൻ കൊന്ന കാര്യം വീട്ടുകാരറിയുമോ, നാഗമാണിക്യത്തിന്റെ കാര്യം പുറത്തറിയുമോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. ഇതിനെല്ലാം അങ്ങ് തന്നെ വേണം പരിഹാരം കാണാൻ ബാബ. പരിഹാരം ഇതിനുള്ളത് ഒരേ ഒരു വഴിയാണ്. നിന്റെ വഴിയിൽ തടസ്സമായിട്ടുള്ളവനെ തീർത്തേക്കൂ. ബാബ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ, നീ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിക്കുമെന്നുള്ളത് ഉറപ്പ്. അതെങ്ങനെ ഉണ്ടാവുമെന്നാണ് ഈ പറയുന്നത്? ആരെയും ഒന്നിനെയും ചെറുതായിട്ട് കാണരുത്. നാഗലോകത്തെ പറ്റി അറിയുവാൻ കഴിഞ്ഞ അവന് നാഗമാണിക്യം കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാഗമാണിക്യത്തെ പറ്റി അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനും നാഗമാണിക്യത്തോട് ആഗ്രഹമുണ്ടായേക്കാം. അത് കരസ്ഥമാക്കുവാൻ പ്രയത്നിക്കും. ഇത്രയും വർഷം കാത്തു സൂക്ഷിച്ച നാഗമാണിക്യം അവനുമായിട്ട് പങ്കുവെക്കണോ, അതോ പൂർണ്ണമായിട്ടും അവന് തന്നെ വിട്ടുകൊടുക്കണോ? ഇല്ല, നാഗമാണിക്യം എന്റെ സ്വത്താണ്. അത് നിന്നിൽ തന്നെ ഉണ്ടാവണമെങ്കിൽ, നാഗമാണിക്യത്തിന്റെ ശക്തി പൂർണ്ണമായിട്ടും നിനക്ക് ലഭിക്കണമെങ്കിൽ ആ ത്രിവിക്രമനെ സംഹരിച്ചെങ്കിൽ മാത്രമേ മതിയാകൂ. നാഗമാണിക്യത്തിന്റെ ശക്തി നിനക്ക് ലഭിക്കുവാൻ ബാക്കിയുള്ളത് ചില മാസങ്ങൾ മാത്രമാണ്. വലിയൊരു നേട്ടത്തിലേക്കാണ് നീ പോകുന്നത്. ഈ വഴിയിൽ ആര് തടസ്സമായി വന്നാലും, ഇനി നിന്റെ സ്വന്തം മകനാണെങ്കിൽ പോലും കൊല്ലാൻ മടിക്കരുത്. ശരിക്കാലോചിക്കുക. നിന്റെ മുന്നിൽ നാഗമാണിക്യവുമുണ്ട്, അത് നേടാൻ തടസ്സങ്ങളുമുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് നീയും. മഹാദേവ, എന്നെ ഏതവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? തൃശൂലിനെ എനിക്ക് രക്ഷിക്കാനേ പറ്റുന്നില്ലല്ലോ. ആ ത്രിവിക്രം അവൻ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഞാനിനി എന്താ ചെയ്യാ? ശിവാനി, എന്തായിരുന്നു നീ കരയുന്നോ? ഛേ 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 ഛേ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ശിവാനി, നീ എന്നെ കല്യാണം കഴിക്കാൻ. നോക്ക്, നീ എന്നെ കല്യാണം കഴിച്ച ഇങ്ങനെ നിനക്ക് കരയേണ്ട അവസ്ഥ വരികയില്ല. ത്രിവിക്രം, ഈ കാര്യത്തിൽ നീ വെറുതെ കളിക്കണ്ട. തൃശ്ശൂരിൽ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? അവൻ എവിടെയുള്ളെന്ന് പറ. അവൻ എവിടെയോ ഉണ്ട് ശിവാനി, പ്ലീസ്. നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ? ദയവേത് ഞങ്ങളെ വിട്ടേക്ക് ത്രിവിക്രം. നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോയി ദൂരെ എവിടെയെങ്കിലും ജീവിച്ചോളാം. നിന്റെ കൺമുന്നിൽ പോലും വരില്ല. പ്ലീസ് ത്രിവിക്രം. ശിവാനി, പ്ലീസ്, നീ ഇങ്ങനെ തമാശയൊന്നും പറയാൻ നിൽക്കല്ലേ. എനിക്ക് ചിരി വരുന്നു. നോക്ക് ശിവാനി, അവൻ ജീവിച്ചിരിക്കണം. ശിഷ്ടകാലം നിനക്ക് അവനെ കാണണമെങ്കിൽ നീ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചേ പറ്റൂ. നീ എത്രയും വേഗം എന്നെ കല്യാണം കഴിച്ചേ മതിയാവൂ. ത്രിവിക്രം, കരഞ്ഞതുകൊണ്ടോ അലറിയതുകൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. നിനക്കിപ്പോഴും സമയമുണ്ട് ശിവാനി. അവൻ ജീവനോടെ തന്നെ വേണോ അതോ മരിക്കണോ എന്ന് നീ തന്നെ തീരുമാനിക്കും. നാഗമാണിക്യത്തെ പറ്റി അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനും നാഗമാണിക്യത്തോട് ആഗ്രഹമുണ്ടായേക്കാം. അത് കരസ്ഥമാക്കുവാൻ പ്രയത്നിക്കും. നാഗമാണിക്യത്തിന്റെ ശക്തി പൂർണ്ണമായിട്ടും നിനക്ക് ലഭിക്കണമെങ്കിൽ ആ ത്രിവിക്രമനെ സംഹരിച്ചെങ്കിൽ മാത്രമേ മതിയാകൂ. മുതലാളി, എന്താ മുതലാളി വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല നന്ദീശ. മുതലാളി, നീ എന്തിനാ എന്റെ കാലി വീഴുന്നത്? വിട്. ഞാൻ വിടില്ല മുതലാളി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് എന്നോട്. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്ത് തെറ്റാ ചെയ്തത്? എനിക്കറിയില്ല മുതലാളി. അത് മുതലാളി തന്നെ പറ. ഓരോ ദിവസവും നമ്മൾ തമ്മിലുള്ള അകലം കൂടുക. എന്റെ മകൻ ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ ശിക്ഷിക്കുന്നേ? ചേ, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എപ്പോഴാണ് നിന്നെ അകറ്റിയത്? അകറ്റുന്നുണ്ട് മുതലാളി. പണ്ടൊക്കെ മുതലാളി എവിടെ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഈയിടെയായിട്ട് എന്നെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. എന്നോട് ശരിക്കും സംസാരിക്കുന്ന പോലില്ല.
നന്ദീശ, ഞാൻ മിണ്ടുന്നുണ്ടല്ലോ. ഇല്ല മുതലാളി, മുതലാളിയുടെ പെരുമാറ്റം, രീതികൾ ഒക്കെ മാറി. എന്തുകൊണ്ടാ മുതലാളി? അങ്ങനെയൊന്നും ഇല്ലടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിന്നോട് പറയില്ലേ? എന്റെ മകനാണോ മുതലാളിയാണോ വലുതെന്ന് ചോദിച്ചാ മുതലാളിയാണ് വലുതെന്ന് പറയേണ്ടി വരും. എന്നിട്ടും എന്നെ എന്തിനാ അകറ്റുന്നത്? എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? നിനക്ക് എന്നോട് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഒരു ദേഷ്യവുമില്ല. സത്യമായിട്ടും എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഡാ, സത്യമായിട്ട് ഒന്നുമില്ല. ഓ, നിങ്ങളോ? എന്താണ് ഇവിടെ? ഇത്രയും നാളും എന്റെ പുറകെ നടന്നു, എന്നിട്ട് ഞാൻ നോക്കുമ്പോ സ്ഥലം വിടുമായിരുന്നു. ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്? കള്ളോ? ഞാനോ? അതെ, ആ ലവ് ട്രെയിനിങ് സ്കൂള്. ചുറ്റുമുള്ള എല്ലാ ടവറിലും നോക്കിയിട്ട് വന്നു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്? അല്ല പിന്നെ, ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് നീ അതിന്റെ പുറകിലൊക്കെ പോകുന്ന വെച്ചാ ഇതിലൊക്കെ ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ, ഇത് വളരെ മോശമായി പോയി. നിങ്ങൾ പറഞ്ഞ കള്ളമായിരുന്നു. ലവ് ട്രെയിനിങ് സ്കൂൾ എന്ന് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം, ഈ ഭൂമിയിൽ എന്തൊക്കെയോ ഉണ്ട്. അതുപോലെ ഇതും ഉണ്ടായിരിക്കും കരുതി. എന്ത് ഭൂമിയിലോ? നിങ്ങളെന്താ വല്ലോ ആകാശത്തുനിന്ന് പറന്നു വന്നാണോ? ഞാനും ഇവിടെ ഉള്ളത് തന്നെയാ, വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അതെ, എന്നോടൊരു സത്യം പറയൂ. നിങ്ങൾ ശരിക്കും ഇത്ര ഇന്നസെന്റ് ആണോ, അതോ എന്റെ മുമ്പ് ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ട് അഭിനയിക്കുന്നതാണോ? ഞാൻ എന്തിനാ ആക്ട് ചെയ്യണം? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ സ്വഭാവമാണെങ്കിലേ പെണ്ണുങ്ങൾ നിങ്ങളെ പൊട്ടം കളിപ്പിച്ച് നടക്കത്തേ ഉള്ളൂ. ആ, ശരി ശരി. എന്ത് ശരി? കുറച്ചൊക്കെ സ്മാർട്ട് ആയിട്ടിരിക്കണം, മനസ്സിലായോ മിസ്റ്റർ ശിക്കാരി ശംഭു? നിങ്ങൾ എന്നെ ശിക്കാരി ശംഭൂന്ന് വിളിക്കരുത്. എന്റെ പേര് അജിത്ത് എന്നോ. ആ, ഞാനും അത് തന്നെയാ പറഞ്ഞത്. മിസ്റ്റർ ശിക്കാരി ശംഭു അജിത്ത്. വെറും അജിത്ത്? ഓ, മിസ്റ്റർ വെറും അജിത്ത്. അജിത്ത് അത് മാത്രം? ആ, മിസ്റ്റർ അജിത്ത് മാത്രം. ഓ, ഓക്കെ 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 ഓക്കെ, കൂൾ. അതെ, ഞാൻ എല്ലാരെയും ഇങ്ങനെ കളിയാക്കാറില്ല. ഇതിലും കൂടുതൽ പറയാൻ അത് നീ തന്നെ മനസ്സിലാക്കിക്കോ. എന്തർത്ഥം? താങ്ക്സ്. കൊച്ചുമകനെ, എവിടെ പോയതായിരുന്നു? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിന്നോടൊരു കാര്യം പറയണം. മുത്തശ്ശി, ആദ്യം ഞാൻ പറയുന്ന കേക്ക്, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാ മതി. എന്തു പറ്റി? മുത്തശ്ശി, ഞാൻ വിചാരിച്ച പോലെയൊക്കെ സംഭവിച്ചു. എന്റെ ശത്രുവിനെ കാലഗർഭത്തിൽ ബന്ധിച്ചിരിക്കുക ഞാൻ. ആരാണ് നിന്റെ ശത്രു? തൃശൂൽ. എന്ത്? തൃശൂലിനെ കാലഗർഭത്തിൽ ബന്ധിച്ചെന്നോ? ത്രിവിക്രം എന്തിനാണ് ഈ കാര്യം ചെയ്തത്? അവനാര്? അവന്റെ ശക്തി സാമർഥ്യം എന്തെന്നറിയാതെ അവന്റെ എതിരായിരിക്കുകയാണ് നീ. മുത്തശ്ശി, അവൻ എന്ത് ശക്തിയാ ഉള്ളത്? എന്നോട് മത്സരിച്ച് തോറ്റുപോയതാ അവൻ. എടാ, നീ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. അവൻ സാമാന്യ മനുഷ്യനല്ല, ആദിശേഷനാണ്. ആദിശേഷനോ? അവനാരാ? ആദിശേഷൻ എന്നാൽ അവൻ നാഗലോകത്തിന്റെ മഹാരാജാവ്. അവന്റെ പുനർജന്മമാണ് തൃശൂൽ. അവന്റെ ശക്തി കൊണ്ട് എന്തും ശൂന്യമാക്കാം. അവൻ വന്നതിനും ഉദ്ദേശമുണ്ട്. ശിവാനിയും ഭൂമിയിലേക്ക് വന്നത് അതിനാണ്. അവരിരുവരും ജന്മജന്മാന്തരങ്ങളിലെ പ്രണയമാണ്. നീ അവരെ അകറ്റാൻ ഇറങ്ങി തിരിച്ചല്ലോ. നിന്നെ ബാക്കി വയ്ക്കില്ലവർ. എന്നുവെച്ചാ അവൻ എന്നെ കൊല്ലുവെന്ന്? ആദ്യം അവൻ ആ പാതാള ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ആദിശേഷനെ എവിടെ ബന്ധിച്ചാലും 2 ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെട്ടു വരും. ഒരിക്കൽ പുറത്തു വന്നു കഴിഞ്ഞാൽ നിന്റെ കഥ കഴിഞ്ഞെന്ന് കരുതിക്കോളൂ. എന്നുവെച്ചാ അവൻ എന്നെ കൊല്ലുവെന്നാണോ? അതെ, നീ തെറ്റാണ് ചെയ്തത്. ഇപ്പോഴെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്റെ വാക്കുകളും എപ്പോൾ വേണമെങ്കിലും നിന്നേക്കാം. എന്റെ വാക്കുകളും ഇല്ല. ഇനി മുതൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയില്ല. എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? വരുന്ന അമാവാസി കഴിയുന്നതുവരെ ഒരു രാക്ഷസ ശക്തികളും ഉപയോഗത്തിൽ വരില്ല. ഞാൻ നിന്നെ സഹായിക്കാനാണേൽ ഒരു സാധ്യതയുമില്ല. ഇത് പറയാനായിട്ടാണ് ഞാൻ നിന്നെ ഇതുവരെ കാത്തിരുന്നത്. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ അവനിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുകയെന്ന് പറയും മുത്തശ്ശി. ഇതെന്താ ഇത്? മുറിയിൽ ആരോ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. മുത്തശ്ശി ഒന്ന് പറയ്. ത്രിവിക്രമിന്റെ ശബ്ദമാണല്ലോ.
ആരോടാ ഈ സംസാരിക്കുന്നത്? വളരെ സൂക്ഷ്മതയുണ്ടാവണം. തലയ്ക്ക് ചുറ്റും കണ്ണുണ്ടാവണം. അയ്യോ ദൈവമേ, കുഞ്ഞ് സംസാരിക്കുന്നോ? ഞാൻ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറയും മുത്തശ്ശി. എനിക്ക് അവനെ കൊന്നേ മതിയാവൂ. അവനെ കൊല്ലണമെങ്കിൽ അവനേക്കാൾ ശക്തി നിനക്കുണ്ടാവണം. അതിന് നാഗമാണിക്യം നേടിയെടുക്കേണ്ടതാണ്. നാഗമാണിക്കോ എന്ന് വെച്ചാ എന്താ മുത്തശ്ശി? മുത്തശ്ശി നാഗമാണിക്കോ എന്ന് വെച്ചാ എന്താണ്? അതെങ്ങനെ ഇരിക്കുമെന്ന് പറയും മുത്തശ്ശി.